ശ്രീ മോഹൻകുമാർ, അദ്ദേഹം പറയുന്നത് ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത്, കാരണം ആ വിദഗ്ധർ പറഞ്ഞതുപോലെ തന്നെ പ്രതിപക്ഷം പറഞ്ഞതുപോലെ നിങ്ങൾ ശരിയാണ്, അതിദാരിദ്ര്യ മുക്ത കേരളത്തിലേക്ക് പോകുന്നു. എന്തായിരുന്നു മാനദണ്ഡം? ആ മാനദണ്ഡം എന്താണെന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം. നോക്കൂ, ഇത് ബഹുമാനപ്പെട്ട റെജി ഉന്നയിക്കുന്നത് സാധാരണ ഒരാളിന് തോന്നാവുന്ന ഒരു സംശയമാണ്. ഇതെങ്ങനെയാണ് ഈ ദരിദ്രരെ നമ്മൾ കണ്ടെത്തിയെന്നുള്ള പ്രക്രിയയിൽ ഏർപ്പെടാത്ത വിദഗ്ധർ ഉൾപ്പെടെയുള്ളവർക്ക് മനസ്സിലാകേണ്ടത് ആം ചെയർ റിസർച്ച് നടത്തുന്ന, ഐവറി ടവർ റിസർച്ച് നടത്തുന്ന ഒരാൾ ഈ കണക്കുകൾ ദന്തഗോപുരങ്ങളിലിരുന്ന് പ്രോസസ്സ് ചെയ്യുന്ന സാമ്പത്തിക വിദഗ്ധർക്ക് ഇത് മനസ്സിലാവില്ല. ഇത് നിങ്ങൾ ഗ്രാമങ്ങളിൽ, ഇന്ത്യയിലുള്ള കേരളത്തിലുള്ള തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ ഓരോ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലും ഒരു ഉദ്യോഗസ്ഥനും 2 വോളണ്ടറി പ്രവർത്തകരും, അതിൽ ഒരു വോളണ്ടറി പ്രവർത്തകൻ ഭൂരിഭാഗം സമയത്തും അത് വാർഡ് മെമ്പറാവും, പിന്നെ ഒരു കുടുംബശ്രീ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്ത്രീയാവും. ഇവർ 3 പേരും കൂടി ഇരുന്ന് ആ വാർഡിൽ പ്രധാനമായും വീടില്ലാത്ത എത്ര പേരുണ്ട്, നിത്യരോഗികളായ എത്ര പേരുണ്ട്, അംഗവൈകല്യം സംഭവിച്ച എത്ര പേരുണ്ട്, ഇതൊന്നും ഇല്ലാതെ തന്നെ ദാരിദ്ര്യം മൂലം ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുന്ന എത്ര പേരുണ്ട്, ഇങ്ങനെ ആരോഗ്യം, വരുമാനമില്ലായ്മ, പിന്നെ മൂന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് അവരുടെ ഭവനമില്ലായ്മ, പിന്നെ ട്രീറ്റ്മെൻറ്റിന് യാതൊരു വിധമായ സഹായങ്ങളുമില്ലാത്ത ഈ പ്രധാനപ്പെട്ട 4 ഘടകങ്ങൾ ഇല്ലാത്ത ആളുകൾ എത്ര പേരുണ്ടെന്ന് ആദ്യം കണക്കാക്കി. ആ കണക്കാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഓരോ വാർഡിലും ഇത്ര പേരാണിതുള്ളതെന്നും അവരെ വളരെ വിശദമായി പല തട്ടുകളിൽ പരിശോധിച്ചതിന് ശേഷം ഈ കണ്ടെത്തിയ ഓരോ വാർഡിലും കേരളത്തിലെ ഓരോ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ, അർബണും റൂറലും, ഗ്രാമപഞ്ചായത്തുകളിലും നഗരസഭകളിലും കണ്ടെത്തിയ ഓരോ കുടുംബത്തെയും ദാരിദ്ര്യത്തിന് മുകളിൽ കൊണ്ടുവരാൻ എന്താണ് ചെയ്യേണ്ടത്? ഒരു ഏതെങ്കിലും തരത്തിൽ കാല് നഷ്ടപ്പെട്ട അംഗവൈകല്യമുള്ള ഒരാളിന് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല, അയാൾക്ക് ജോലി ചെയ്യാൻ പറ്റുമെങ്കിൽ അയാൾക്ക് ഭാഗ്യക്കുറി ടിക്കറ്റ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വിറ്റ് ഉപജീവനം കഴിക്കാൻ പറ്റുന്ന വരുമാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വണ്ടി, ഒരു 2 വീലർ പഞ്ചായത്ത് അതിനുള്ള പ്രത്യേകത്തിലുള്ള 2 വീലർ സംഘടിപ്പിച്ചു കൊടുക്കുന്നതാണ് മൈക്രോ പ്ലാൻ. മറ്റൊരാളിന് വേണ്ടത് അയാൾക്ക് 3 നേരം ഭക്ഷണം വേണം, ഭക്ഷണത്തിനുള്ള വകയില്ല, അവിടെ ഒരു കുടുംബശ്രീ യൂണിറ്റിനെ ഏർപ്പെടുത്തി ഒരു മൈക്രോ പ്ലാൻ ഉണ്ടാക്കി ഭക്ഷണത്തിന് കൃത്യമായി എത്തിക്കാനുള്ള അവരെ ചുമതലപ്പെടുത്തി. ഇങ്ങനെ ട്രീറ്റ്മെൻറ്റ് ഓരോ പഞ്ചായത്തിലുള്ള ആളുകൾക്ക്, നിത്യരോഗികളായിട്ടുള്ള ആളുകൾക്ക് അവർ പഞ്ചായത്തിൻ്റെയോ ജില്ലാ പഞ്ചായത്തിൻ്റെയോ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയോ കീഴിലുള്ള ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളുകൾക്ക് അവിടെ കൊണ്ടുപോയി സ്ഥിരമായി താമസിപ്പിച്ച് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുന്ന മൈക്രോ പ്ലാൻ ഉണ്ടാക്കി. ഇങ്ങനെ ആണ് ആദ്യം 22,000 കുടുംബങ്ങളെ ആദ്യഘട്ടത്തിൽ മാറ്റിവെച്ചത്. അതോടൊപ്പം തന്നെ വരുമാന വർധനവുണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു 3,000 കുടുംബങ്ങൾ, ഇങ്ങനെ പല തട്ടുകളിലായി തിരിച്ചിട്ടാണ് 30,000 കുടുംബങ്ങളെ, അതായത് 64,000 കുടുംബങ്ങളിൽ ഏകദേശം അവരുടെ ഒരു 48% വരുന്ന 30,000-ഓളം കുടുംബങ്ങളെ ആദ്യഘട്ടത്തിൽ ദരിദ്രവിമുക്തരാക്കി. പിന്നെ അങ്ങനെ ഓരോ വർഷവും അതിനുശേഷം 2024 ഡിസംബറിൽ 41,000 കുടുംബങ്ങളായി അത് വർദ്ധിപ്പിച്ചു. ഇങ്ങനെ ഓരോ 6 മാസം കൂടുമ്പോഴും അവരുടെ ഈ മൈക്രോ പ്ലാൻ കൂടാതെ ഉണ്ട്. ഇനി ഇതൊന്നും പറ്റാതെ സംസ്ഥാന ഗവൺമെൻറ് നേരിട്ട് ഇടപെടേണ്ട ദീർഘകാല പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അവർക്കാണ് ഇങ്ങനെ സംയുക്ത സംരംഭങ്ങളായി വ്യവസായ സംരംഭങ്ങൾ അതുപോലുള്ളവ തുറന്ന് എംപ്ലോയ്മെൻറ്റ് കൊടുത്ത് അവരെ ദാരിദ്ര്യത്തിൽ നിന്നും വിമുക്തരാക്കി. പിന്നെ ഹ്രസ്വകാല പ്ലാൻ 1 മാസം മുതൽ 2 വർഷം വരെ നീണ്ടു നിൽക്കുന്ന ഹ്രസ്വകാല പ്ലാനുകൾ ഉണ്ടാക്കി. ഇങ്ങനെ മൈക്രോ പ്ലാൻ, സർവീസ് പ്ലാൻ, ഹ്രസ്വകാല പ്ലാൻ, അതോടൊപ്പം തന്നെ ദീർഘകാല പ്ലാൻ, ഇങ്ങനെ 3 പലതരത്തിൽ ഓരോരുത്തരുടെയും ക്ലേശ ഘടകങ്ങളെ കണക്കിലെടുത്തുകൊണ്ട് 64,006 കുടുംബങ്ങളിലെയും ക്ലേശ ഘടകങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് വിവിധ തരത്തിലുള്ള പദ്ധതികളുണ്ടാക്കി. ആ പദ്ധതികളുടെ അടിസ്ഥാനത്തിലാണ്
ഈ കുടുംബങ്ങളെ ഇത് ദാരിദ്ര്യരേഖയിൽ നിന്ന് ലിഫ്റ്റ് ശരി, ശ്രീ മോഹൻകുമാർ, താങ്കൾ പറഞ്ഞത് വളരെ കൃത്യമാണ്. കാരണം എങ്ങനെയാണ് ഈ പ്രോസസ്സ് നടന്നതിനെ സംബന്ധിച്ച് കേരളത്തിലെ പൊതുജനത്തിന് ഏറെക്കുറെ ബോധ്യമുണ്ട്.